ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് പറക്കും രുചികൾ ഉണ്ടാക്കുന്നത്. പറക്കും രുചികൾ എന്നാണ് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞിട്ട് വന്നത്. അപ്പോൾ പറക്കും രുചികൾ ഉണ്ടാക്കുന്ന ശശി ജേക്കബ് സാറാണ്. എന്തൊക്കെയാണ് സാർ നമ്മുടെ ഇന്നത്തെ പറക്കും വിഭവങ്ങൾ? ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത് വെരി ഏർലി അബൌട്ട് 5 ഇൻഗ്രീഡിയൻസേ ഉള്ളൂ ഇതിൽ. പക്ഷേ കഴിച്ച് നോക്കുമ്പോൾ ഒരു 20 ഇൻഗ്രീഡിയൻസ് ടേസ്റ്റ് വരും. ശരി. സോ ഇത് മെയിനായിട്ട് വലിയ ജംബോ പ്രോൺസ് എടുക്കുന്നത്. ഈ ഇതുപോലത്തെ പ്രോൺസ് എടുത്തെങ്കിലേ നമുക്ക് ഈ ഡിഷിൻ്റെ ചുട്ടെടുക്കാൻ അല്ലെങ്കിൽ ഒത്തിരി ചുരുങ്ങി പോകും. സോ ഈ ഷെല്ലോടെ എടുക്കുന്ന മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ആ മോയ്സ്ചർ റീറ്റെയിൻ ചെയ്യാൻ. അപ്പോൾ ഈ ഡിഷ് ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് വേണ്ടത് ജംബോ പ്രോൺസ് ആണ്. ടൈഗർ പ്രോണിനെക്കാളും കുറച്ചുകൂടെ വലുത്. ടൈഗർ ആണോ? ടൈഗർ പ്രോൺസ്. ഓക്കെ. അപ്പോൾ ടൈഗർ പ്രോൺസിൽ കുറച്ച് വലിയ ചെമ്മീൻ തന്നെ ഇതിന് വേണ്ടിയിട്ട് എടുക്കണം. ചെറിയ കൊഞ്ച് കിട്ടിയിട്ട് കാര്യമില്ല. പിന്നെ പ്രോൺ എടുക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിന്റെ ബാക്ക് സൈഡിൽ ഒരു ഞരമ്പുണ്ട്, അതങ്ങ് എടുത്ത് കളയണം. അത് ചിലർക്ക് വയറിന് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കാം. ഇതിന്റെ ബാക്ക് സൈഡിലായിട്ട് വരും, ചെറുതായിട്ട് ഇങ്ങനെ കീറി ആ ഞരമ്പങ്ങ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വളരെ കഴിക്കാൻ ഇതാണ്. ഇതിന് ആവശ്യമുള്ളത് മഞ്ഞൾപ്പൊടി, അതിപ്പം ഒരു അര സ്പൂൺ മതിയായിരിക്കും 5 പ്രോൺസ്. ചില്ലി പൗഡർ, ഇത് കാശ്മീരി ചില്ലിയാണ്. ഓക്കെ, കളർ കിട്ടാനായിട്ട്. അത് കൂടുതൽ എരിവും കാണത്തില്ല. ഇതിൽ വേണമെങ്കിൽ നമുക്ക് കുരുമുളകും ചേർക്കാം. ഓക്കെ. സോ ചിലർക്ക് ഇപ്പം കേരള റെസിപ്പി എന്ന് പറഞ്ഞെങ്കിൽ കുരുമുളക് കൂടുതൽ ചേർക്കുന്ന ഇൻട്രസ്റ്റ് ഉണ്ട്. സോ അതുകൊണ്ട് കുരുമുളകും ചേർക്കാം. ഇപ്പം 2 സ്പൂൺ മുളക് പൊടി ആണെങ്കിൽ 1 സ്പൂൺ മല്ലിപ്പൊടി, അല്ലെങ്കിൽ എന്താ പറയുക, ഇറ്റ് ബിക്കം വെരി ബിറ്റർ, കയ്പ്പ് കൂടി പോകും. സോ കറക്റ്റ് ബാലൻസ് വേണം. ഓക്കെ. അതിൻ്റെ കൂടെ ആവശ്യത്തിന് നാരങ്ങയുടെ ജ്യൂസ്. സീ ഫുഡ് ഡിഷിൽ നാരങ്ങ ഇട്ടെങ്കിൽ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ആ ഡിഷിന് ആ ഫിഷിൻ്റെ മണം മാറി കിട്ടും. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുന്നത്, ശകലം ഓയിൽ, അപ്പോൾ ഇതിനകത്ത് ചേർത്ത സാധനങ്ങൾ ഞാൻ ഒരിക്കൽ കൂടി പറയാം. ഓക്കെ. മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, മല്ലിപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരല്പം ഓയിൽ, പിന്നെ അത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഓയിൽ, പിന്നെ സോൾട്ട്, നാരങ്ങയുടെ ചാറ്, കരിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്. അത്രേ ഉള്ളൂ. ഇത്ര ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ടെക്സ്ചറിൽ നമുക്ക് ഈ മാരിനേഷൻ കിട്ടണം. എത്ര സമയം മാരിനേറ്റ് ചെയ്ത് വെക്കണം? ഒരു 15 മിനിറ്റ്, ഹാഫ് ആൻ അവർ അറ്റ്ലീസ്റ്റ് മിനിമം. സോ റൂം ടെമ്പറേച്ചറിൽ ഒരു ഹാഫ് ആൻ അവർ വെച്ചെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്. ഓക്കെ. ഇപ്പോൾ അതിന് മസാല തേച്ച് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹെൽപ്പ് ചെയ്യണം സാർ? ഞങ്ങൾക്ക് കഴിക്കാൻ മാത്രം ഹെൽപ്പ് കാണാം. ഈ പ്രോൺ സാധാരണ കുക്ക് ചെയ്യാനായിട്ട് എത്ര സമയം എടുക്കും? മാക്സിമം 4 മിനിറ്റ്സ്. അതിലും കൂടുതലായപ്പോഴെങ്കിൽ ഒത്തിരി ഹാർഡായി പോകും. സോ ആ 4 മിനിറ്റ്സിനകം നമ്മൾ കുക്ക് ചെയ്ത് എടുത്തേക്കണം. സോ അത് പ്രോൺ കുക്ക് ചെയ്യുമ്പം കൊഞ്ചാണെങ്കിലും മാക്സിമം 2 മിനിറ്റ്സ്. ഇപ്പം നമ്മളൊരു കറി ഉണ്ടാക്കിയെങ്കിൽ കറിയുടെ ആ ഗ്രേവി തിളച്ച് കഴിഞ്ഞെങ്കിൽ പ്രോൺസ് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു തിളച്ചിൽ നമ്മൾ നിർത്തിയേക്കണം. അല്ലെങ്കിൽ കൂടുതൽ തിളച്ചെങ്കിൽ അത് ഒത്തിരി റബ്ബർ പോലെ ആയിപ്പോൾ പിന്നെ പ്രോണിന്റെ ഹാർഡായിപ്പോൾ. പലപ്പോഴും പല സ്ഥലത്തുനിന്നും ഈ കൊഞ്ച് കറി കഴിക്കുമ്പോഴത്തേക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കൊഞ്ചൊക്കെ 2-3 പ്രാവശ്യം ചൂടാക്കിയെങ്കിൽ പിന്നെയും ഇച്ചിരി കല്ല് പോലെ ആയിപ്പോൾ. സോ അത് ശ്രദ്ധിക്കേണ്ടതാണ്. ദാറ്റ്സ് എ മെയിൻ തിങ്. ഇത് പല രീതിയിലും ചുടാം അല്ലേ? ഈ തീയുടെ മുകളിൽ ഒരു നെറ്റ് വെച്ചിട്ട് അതിന്റെ മുകളിൽ വെച്ച് ചുട്ടെടുക്കാം. അത് വെറും കരിയൊക്കെ ഇട്ട് അതും ചുട്ടെടുക്കാം. ഈ ബാർബിക്യൂ ചെയ്യുന്ന പോലെ നല്ലപോലെ ചെയ്തെടുക്കാം. പക്ഷെ ആ ഫെസിലിറ്റി ഇല്ലെങ്കിൽ അതെങ്ങനെ ചെയ്യണമെന്നും വീട്ടിലുണ്ടാക്കുന്നവർക്ക് എങ്ങനെ ചെയ്യാമെന്നും പറഞ്ഞു തരാം. ഇപ്പൊ ഇത് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്യണം. തവയുടെ മേലിട്ട് എണ്ണ കുറച്ച് എടുക്കുക. ഇപ്പൊ ഇത് തന്നെ നമുക്ക് ഇച്ചിരി എണ്ണയുടെ തന്നെ വറുത്തെടുക്കണമെന്ന് പറഞ്ഞാൽ ചിലർക്ക് അങ്ങനെയാണ് താല്പര്യം. സോ അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണമെന്ന് പറഞ്ഞാൽ ഇതിൽ തന്നെ ഇച്ചിരി അരിമാവോ ഇച്ചിരി മൈദയും ചേർത്തിട്ട് ഒന്ന് ആ മാരിനേഷനിൽ തന്നെ മിക്സ് ചെയ്താൽ മതി. സോ നമ്മൾ ആ മാരിനേഷൻ പിടിച്ച് നിൽക്കും. ഇപ്പൊ ഇങ്ങനെ ഇത് പൊരിച്ചെടുക്കാനാണെങ്കിൽ ഇതിനകത്ത് അരിമാവും അല്ലെങ്കിൽ അരിമാവ് അല്ലെങ്കിൽ മൈദമാവ് ഇതിന്റെ കൂടെ ഇപ്പൊ ചേർത്ത മസാലയുടെ കൂടെ ഒരല്പം അരിമാവോ മൈദമാവോ ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് പൊരിച്ചെടുക്കാൻ പറ്റും. ഈ അരപ്പൊന്നും പോവാതെ പൊരിച്ചെടുക്കാൻ പറ്റും. ഇതല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന വേറൊരു സൂത്രപ്പണിയാണ്. എടുത്തിടുമ്പം മസാല ഒക്കെ തവയിൽ പിടിച്ച് നിൽക്കും. അത് പിടിക്കാതിരിക്കാനായിട്ട് ആദ്യം ഒരു സൈഡ് സീൽ ചെയ്തിട്ട് പിന്നെ മറിച്ചിടണം. ഉടനെ തന്നെ മറിച്ചിട്ടെങ്കിൽ ആ മസാല പോകത്തില്ല. മീൻ പൊരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുക അല്ലേ? അതെ. ആ മീൻ പൊരിക്കാൻ നേരത്തൊക്കെ 2 സൈഡും ആ ചൂടായി വരുന്ന സമയത്ത് തന്നെ ഒന്ന് അതിനകത്തേക്ക് ആ മസാലയോടുകൂടി തേച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ ആ മസാല അതിനകത്ത് തന്നെ പിടിച്ചിരിക്കും.
സോ ഇത് കുക്കാവുന്ന മുമ്പേ ശകല നാരങ്ങയുടെ ചാറ് മേളിൽ സ്ക്വീസ് ചെയ്തിട്ടേക്കണം. ഓക്കെ. സോ ഇറ്റ് ഹെൽപ്സ്. പിന്നെ ഇത് ചെയ്യുമ്പോൾ ഇച്ചിരി കരിയാപ്പില കൂടെ ഇട്ടെങ്കിൽ പുകഞ്ഞ് കിട്ടുമ്പോൾ ആ കരിയാപ്പിലയുടെ ഫ്ലേവർ നല്ലപോലെ. ഒരു സൈഡ് കുക്കായി കിട്ടി. ഓക്കെ. ഇത് മാക്സിമം 4 minutes ഇത്രേ ആവത്തുള്ളൂ. തവ ഒത്തിരി ചൂട് വരരുത്, ചെറു ചൂട് മതി. സാധാരണ വീട്ടിലൊക്കെ ഈ കൊഞ്ച് കറിയൊക്കെ വെക്കുന്ന സമയത്ത് ശരിക്കും ഒരു അരമണിക്കൂറെങ്കിലും നല്ല തിളയ്ക്കുന്ന ഇതിനകത്തിട്ട് വേവിക്കാറുണ്ട്. അരമണിക്കൂറൊന്നും ആവശ്യമില്ല, ആ ഗ്രേവി മാത്രം നല്ലപോലെ വെന്ത് കിട്ടിയെങ്കിൽ മതി. പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രോൺസ് ഇട്ടിട്ട് ഒരു തിള അത് മതി. പിന്നെ നിർത്തിയേക്കണം. പിന്നെ ആ ചൂടിൽ തന്നെ അത് കുക്കായി കിട്ടും. നമുക്ക് ചുട്ടെടുക്കുമ്പോൾ നമുക്കൊരു തനി ഫ്ലേവർ ഉണ്ട് ആ നേര്. സോ ആ ഫ്ലേവർ വരാനായിട്ട് ശകലം ബട്ടർ എടുത്തിട്ട് ഈ തവ ചൂടായിട്ടിരിക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർത്തിട്ടേക്കണം. സ്മോക്കിന്റെ ഫ്ലേവർ കിട്ടിയിട്ട് അത് മൂടി വെച്ചാൽ മതി. സോ എല്ലാ പ്രോൺസിനും നമുക്ക് പുകയുടെ ഫ്ലേവർ കിട്ടും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് സത്യമായിരിക്കാണ്. ഇന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് ടിപ്പിന്റെ മഴയാണ്. ഇപ്പൊ പുതിയ ടിപ്പ് കിട്ടിയേക്കുന്നത്, ഈ സാധാരണ ചുട്ടെടുക്കുന്ന സാധനത്തിന് ഒരു പുകയുടെ മണം വേണം. ആ പുകയുടെ മണം കിട്ടുന്നതിന് വേണ്ടിയിട്ട്, ഇപ്പോൾ പുകയുടെ ഒരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരല്പം ബട്ടർ ചേർത്തിരിക്കുകയാണ്. ബട്ടർ ചേർത്തിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് അപ്പം തന്നെ പുക വരാൻ തുടങ്ങും. ആ ആവി അതിന്റെ ഉള്ളിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചും വെച്ച്. ഇനി ഒരു 2 minutes അല്ലേ? റെഡി. ഓക്കെ. വളരെ കുറച്ച് സമയമായിട്ടുള്ളൂ നമ്മളിത് തുടങ്ങിയിട്ട്. ഒരു ഡിഷ് റെഡി ആയി കഴിഞ്ഞു. അപ്പം എന്തായാലും ഇനി തണുത്തിട്ടേ കഴിക്കാൻ പറ്റുള്ളൂ. ഇതിന്റെ മണം കേട്ടിട്ടാണെങ്കിൽ ഇവിടെ നിൽക്കാനും വയ്യ. അപ്പൊ സാറുണ്ട് ഹൃദയത്തിൽ കുത്തുന്ന ഒരു ചോദ്യം, ഇത് എല്ലാം കൂടെ അവസാനം കഴിച്ചാൽ പോരെയെന്ന്. പറ്റില്ല, ഇപ്പൊ തന്നെ കഴിക്കണം. നാരങ്ങാ നീരിലും മാറിനേറ്റ് ചെയ്ത് വെച്ചതുകൊണ്ടാണെന്ന് തോന്നുന്നു. അതിന്റെ ഒരു ചെറിയ പുളിയുണ്ട്. നാരങ്ങ ഇട്ടെങ്കിൽ ഒരു മീറ്റ് വെച്ചിട്ട് ടെൻഡർ ആവും. അതെ. സോ അതൊരു പ്ലസ് പോയിന്റ്. നമുക്ക് എല്ലാം എടുക്കണം, ഒന്ന് മതിയോ? മതി. അല്ല, ഇതെല്ലാം വേണം, പക്ഷെ ഇപ്പൊ വേണ്ട. ഇനി കഴിഞ്ഞിട്ട് 2 ഡിഷ് കൂടെ ഉണ്ട്. അതെ. അതും പിന്നെ ഇവിടുന്ന് കുറച്ച് ചോറൂടെ സംഘടിപ്പിച്ചിട്ട് 3 കൂടെ അടിച്ചേക്കാം. സൂപ്പർ.